അച്ഛനെന്താ ഗ്രീഷ്മ ചേച്ചി ഇഷ്ടായില്ലേ? ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താ? ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും. അച്ഛന് ഗ്രീഷ്മ ചേച്ചിയോട് ഒരു അകൽച്ചയുണ്ട്, മാനസികമായിട്ട്. അകൽച്ചയല്ല മോളെ, എപ്പോഴോ വന്ന് എപ്പോഴോ പോകുന്നവരോട് തോന്നാവുന്ന ചെറിയൊരടുപ്പം മാത്രം. അതിനപ്പുറത്തേക്കൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. അടുക്കും അകലും, സ്നേഹിക്കും വഴക്കിടും, അങ്ങനെയല്ലേ മനുഷ്യബന്ധങ്ങൾ? ലൈഫ് ഈസ് ഫുൾ ഓഫ് മീറ്റിംഗ്സ് ആൻഡ് പാർട്ടിങ്സ്. ടാഗോർ പറഞ്ഞതാ. കണ്ടുമുട്ടുന്നവരകന്നു പോകും. അങ്ങനെ ഒരിക്കൽ ഈ കുട്ടി അങ്ങ് പോകും. അന്ന് നിങ്ങൾക്ക് വേദന തോന്നാതിരിക്കാനാ ഇന്ന് ഞാനിത് പറയുന്നത്. എവിടെ നിന്നോ വന്നു കയറുന്ന ഒരാളോട് ഇത്രയ്ക്ക് അടുപ്പം വേണ്ട. മാഷ് കഞ്ഞി മുഴുവൻ കുടിച്ചില്ല. മതി. പക്ഷേ എനിക്ക് കല്യാണ ചേച്ചിയെ പോലൊരു ചേച്ചി, അങ്ങനെ ഗ്രീഷ്മ ചേച്ചി എനിക്ക് കാണാൻ പറ്റുന്നു. എന്ന് വെച്ച് അവളൊരിക്കലും കല്യാണി ആവില്ലല്ലോ. ഓ, ഇനി പാവം വന്നാലും ഇന്നെന്തായാലും വേണ്ട. 2 ദിവസം കഴിഞ്ഞ് കിട്ടിയാലും മതി. പക്ഷെ കിട്ടുമെന്നൊരു ഉറപ്പ് വേണ്ടേ? അയാളോടൊന്ന് പറഞ്ഞു നിൽക്കാനെങ്കിലും. പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞ് 1 മാസം പിന്നെയും കഴിഞ്ഞു. ഇനിയും വൈകിയല്ലേ അയാൾ ഞങ്ങൾക്കെതിരെ കേസ് കൊടുക്കുമെന്നാ പറഞ്ഞേ. 5 10 രൂപയല്ല, രൂപ 50,000. സുഖം ഒന്നും മനസ്സ് വെച്ചാലേ കാര്യങ്ങൾ നടക്കൂ. ആ വരുന്നുണ്ട്. അളിയെപ്പറ്റി കുറച്ചു നേരമായി. ഞങ്ങൾ സുഖുവിനെ കാത്തു നിൽക്കായിരുന്നു. എന്തേ? പറയുമ്പോൾ അളിയന് തോന്നും എപ്പം നോക്കിയാലും എനിക്ക് ചോദിക്കുക ഈ ഒരു കാര്യമുള്ളെന്ന്. ഇതങ്ങനെ കാണരുത്. ഒരു ജീവൻ മരണ പ്രശ്നമാണ്. കുറച്ച് പണത്തിൻ്റെ ആവശ്യമാണ്. മനസ്സിലായി. വേറൊരാളുടെ നിന്ന് മറച്ചു കൊടുക്കാന്ന് വെച്ചാൽ അത് നടക്കത്തില്ല. 2 ദിവസത്തിനകം പണം കിട്ടുകയും വേണം. എത്രയാ? ഒരു 50,000, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ആളിയെ മനസ്സറിഞ്ഞൊന്ന് ശ്രമിക്കണം. അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യം ആകെ അവതാളത്തിലാവും. ഞങ്ങൾക്ക് വേറൊരു നിവൃത്തിയില്ലെന്ന് നിനക്കറിയാലോ. എൻ്റെ അവസ്ഥ നിങ്ങൾക്കും അറിയാവുന്നല്ലേ. പെട്ടെന്ന് ഇങ്ങനെ വന്ന് 50,000 രൂപ എന്നൊക്കെ പറഞ്ഞാ വെറുതെ തരണ്ടളിയാ. തരാനുള്ള കുറച്ചാ പോരെ. ഇങ്ങനൊരു അവസ്ഥയായി പോയതുകൊണ്ടാ. ഇതിന് മുമ്പ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ ഞാൻ സഹായിച്ചിട്ടുണ്ടല്ലോ. കഴിഞ്ഞതിൻ്റെ കണക്കുകളൊക്കെ അവിടെ നിൽക്കട്ടെ. ബാധ്യത കുറച്ചുകൂടെ തീർത്തു, അങ്ങനെ കരുതിയാൽ മതി. എടുത്തു തരാൻ ആവശ്യത്തിലധികം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊരു ബാധ്യത വരില്ലായിരുന്നല്ലോ. മാസാമാസം കിട്ടുന്ന ശമ്പളം എനിക്കുള്ളൂ.
അതുകൊണ്ട് എന്തെല്ലാം ചെയ്തു തീർക്കണമെന്ന് അളിയൻ അറിയാലോ. പഞ്ഞവും പ്രാരാബ്ദമൊക്കെ പറയാനാണെങ്കിൽ എനിക്കുണ്ട്. അത് വിട്. അളിയൻ വെറുതെ കണ്ണടച്ചു പിടിച്ച് ഇരുട്ടാണെന്ന് പറയരുത്. കാശ് വേണമെങ്കിൽ ഉണ്ടാക്കാനുള്ള മാർഗം അളിയൻ കണ്ടുവച്ചിട്ടുണ്ടല്ലോ. അത് ഞങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ അളിയൻ തയ്യാറല്ല. അത്രേ ഉള്ളു കാര്യം. ആ മാർഗത്തിലൂടെ 50,000 വാങ്ങിച്ചു നിന്നിട്ട് എത്ര കാലമായി? എപ്പോഴും അങ്ങോട്ട് ചെന്നിട്ട് കാശ് ചോദിക്കാൻ എനിക്ക് പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? അവളുടെ വീട്ടിലെ പണം കണ്ടിട്ട് തന്നെയല്ലേ നീ അവളെ കെട്ടിയത്? എന്നിട്ട് ഇപ്പൊ ഒരാവശ്യം വന്നപ്പോ ചോദിക്കാൻ മടി. മടിക്കും. ഇതിനേക്കാൾ വലിയൊരു ആവശ്യം ഈ വീട്ടിൽ വരാൻ നിൽക്കുന്നില്ലേ? സുമിത്രയ്ക്ക് ഒരു ആലോചന വന്നാ അപ്പൊ ഞാൻ കാശ് എവിടെ നിന്നുണ്ടാക്കും? അത് അപ്പോഴത്തെ കാര്യല്ലേ? അല്ല, എനിക്കത് എപ്പോഴത്തെയും കാര്യ. അപ്പൊ ഞങ്ങളുടെ ആവശ്യത്തിന് നീ അത്ര വില കണ്ടിട്ടുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ അവിടെ ചെന്ന് ഞാൻ പണം ചോദിക്കില്ല. അവരുടെ ഔദാര്യത്തിന് മുന്നിൽ കൈനീട്ടി നിൽക്കുന്ന ഒരു ഭിക്ഷക്കാരനാവാൻ എനിക്കിനി പറ്റില്ല. എന്റെ അവകാശം ചോദിക്കാൻ അവസരം വരുമ്പോ ഞാൻ ചോദിക്കും, വാങ്ങിക്കുകയും ചെയ്യും. എടാ, കാശ് കിട്ടാതെ ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന നീ കരുതണ്ട. കിട്ടിയില്ലെങ്കിൽ ഇതിന്റെ ഉത്തരത്തെ ഞങ്ങൾ രണ്ടുപേരും കൂടെ തൂങ്ങും. നോക്കിക്കോ. നമുക്ക് വീട്ടിൽ പോയി അച്ഛനോട് പൈസ ചോദിക്കാൻ സുഖേട്ടാ. പുറത്ത് സംസാരിക്കുന്ന ഞാൻ കേട്ടു. ഇപ്പൊ ആ പണം കൊടുക്കാൻ അതല്ലാതെ വേറെ വഴിയില്ലല്ലോ. വഴി കണ്ടെത്താനൊന്നും നീ മെനക്കെടണ്ട. കുറച്ച് മനസ്സമാനം തരുമോ? കൊടുക്കാനുള്ളതന്നെ എന്നായാലും കൊടുക്കുകയും ചെയ്യും. എന്ന് വെച്ച് ഒന്നും മനസ്സിലാക്കാതെ തോന്നുമ്പോ ഇങ്ങനെ ചോദിച്ചാ ഞാൻ എവിടെ നിർത്തി കൊടുക്കാനാ? സുഖേട്ടന് ചെന്ന് ചോദിക്കാൻ ഒരിടമുണ്ടെന്ന് അറിയാവുന്നോണ്ടല്ലേ അവർ ചോദിക്കുന്നത്. അതുകൊണ്ട് നിന്റെ തന്തയുടെ മുന്നിൽ പോയി ഞാൻ ഓച്ചാനിച്ച് നിൽക്കണോ? സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. കൊടുക്കാനുള്ളതന്നെ എന്നായാലും കൊടുക്കുകയും ചെയ്യും. എന്ന് വെച്ച് ഒന്നും മനസ്സിലാക്കാതെ തോന്നുമ്പോ ഇങ്ങനെ ചോദിച്ചാ ഞാൻ എവിടെ നിർത്തി കൊടുക്കാനാ? സുഖേട്ടന് ചെന്ന് ചോദിക്കാൻ ഒരിടമുണ്ടെന്ന് അറിയാവുന്നോണ്ടല്ലേ അവർ ചോദിക്കുന്നത്. അതുകൊണ്ട് നിന്റെ തന്തയുടെ മുന്നിൽ പോയി ഞാൻ ഓച്ചാനിച്ച് നിൽക്കണോ? ഓച്ചാനിച്ച് നിൽക്കൊന്നും വേണ്ട. സുഖേട്ടൻ ചെന്ന് ചോദിച്ചാ അച്ഛൻ തരാതിരിക്കില്ല. തരാതിരുന്ന അയാൾ വിവരം അറിയും. അവിടെ ചെന്ന് ചോദിക്കാൻ നിന്റെ ഒത്താശയൊന്നും എനിക്ക് വേണ്ട. എന്നെ അങ്ങ് ഒതുക്കാമെന്ന് നിന്റെ അച്ഛൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് മനസ്സിൽ വെച്ചാമെന്ന് പറഞ്ഞേക്കും. നിനക്കും നിന്റെ അനിയത്തിക്കും തുല്യ അവകാശമല്ലേ അങ്ങനെ സ്വത്തിൽ? അതോ ഇനിയുള്ളത് മുഴുവൻ അവൾക്ക് തന്നെയാണോ? എന്താ സുഖേട്ട ഇത്? എപ്പോഴും സ്വത്തിന്റെ കാര്യം മാത്രമേ ഉള്ളൂ സുഖേട്ടന്റെ മനസ്സില്. അതേടി, അത് മാത്രമേ ഉള്ളൂ. അയാൾ നീട്ടിക്കാണിച്ച 3 ലക്ഷവും 100 പവനും കണ്ട് നിന്നെ കെട്ടാൻ മാത്രം മണ്ടനല്ല ഞാൻ. നിനക്ക് അവകാശപ്പെട്ടത് ഞാൻ ചോദിച്ചു വാങ്ങിക്കും. എന്താ, ഭാര്യയുടെ സ്വത്തിനെ കുറിച്ച് ചിന്തിക്കാൻ ഭർത്താവിന് അവകാശമില്ലേ? ഉണ്ട്. ആ അവകാശത്തോടെ തന്നെ നാളെ സുഖേട്ടൻ ചെന്ന് ചോദിക്കണം. അതുകൊണ്ട് ഒരു മോശവും വരാനില്ല. നാളെ നീയും കൂടെ പോരെ? നേരാണോ സുഖേട്ട? അച്ഛനെ ഒന്ന് കാണണമെന്ന് കൊതിച്ചിരിക്കായിരുന്നു ഞാൻ. എന്റെ ദേവി, നീ എന്റെ പ്രാർത്ഥന കേട്ടു. നിനക്ക് അച്ഛനെ കണ്ടോണ്ടിരുന്നാ മതിയല്ലോ. ഇവിടെ ബാക്കിയുള്ളവർ തീ തിന്നുന്നത് കാണാൻ നിനക്ക് കണ്ണില്ല.
ഇരിക്കുക. അമ്മേ വാ മക്കളെ. ആരൊക്കെയാ വന്നിരിക്കുന്നേ? എന്താ ഇങ്ങനെ ഒന്ന് ഇങ്ങോട്ട് വരാൻ തോന്നിയത്? ഹേയ് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇടയ്ക്കൊക്കെ വന്നു പോകുന്ന നല്ലതാണല്ലോ. ഇവിടെ നിങ്ങൾ വരാത്തതിലേ പരിഭവമുള്ളൂ. ആ സുഖൂരിക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ഒന്ന് വിളിക്കായിരുന്നില്ലേ മോളെ? അത് പിന്നെ അല്ല അങ്ങനെ ഇപ്പൊ വിളിച്ചറിയിക്കേണ്ട കാര്യമില്ലല്ലോ ഇങ്ങോട്ട് വരാൻ. അതല്ല, ഏതല്ല, സുഖു പറഞ്ഞതല്ലേ അതിന്റെ ശരി. സ്വന്തം വീട്ടിലേക്ക് എല്ലാരും ഞാൻ ദേ വരുന്നേന്ന് വിളിച്ചറിയിച്ചിട്ടാണോ വരുന്നേ? ഇനിയിപ്പോ 2 ദിവസം കഴിഞ്ഞിട്ടല്ലേ പോവൂ? ഇല്ല, ഇന്ന് തന്നെ പോണം. ഇന്ന് തന്നെയോ? ആ ഇന്ന് തന്നെ പോണം. വല്ലപ്പോഴും അല്ലേ ഇങ്ങോട്ടൊക്കെ വരുന്നേ. അപ്പൊ പിന്നെ 1-2 ദിവസം കഴിഞ്ഞിട്ട് പോയാ പോരെ? വെറുതെ എന്തിനാ 1-2 ദിവസത്തെ ലീവ് എടുക്കുന്നത്? ലീവൊക്കെ തീർന്നിരിക്കുക. എന്നാ പിന്നെ നാളെ രാവിലെ പോയാ പോരെ? സുഖുവിന് ഇവിടുന്ന് നേരെ ഓഫീസിലേക്ക് പോവുകയും ചെയ്യാം, ലീവും എടുക്കണ്ട. അത് പിന്നെ എന്തെങ്കിലും ആവാം. എന്താ ശാരദേ, അവരിങ്ങോട്ട് വന്ന് കേറിയേ ഉള്ളൂ, അപ്പോഴേക്കും തിരികെ പോകുന്ന കാര്യമാണ് സംസാരിക്കുന്നത്. പോയി ചായ എടുക്ക. ചായ ഒന്നും വേണ്ട, അതിനൊന്നും സമയമില്ല. ഒരു ചായ കുടിക്കാനോ? ആ ഞങ്ങൾക്ക് ഉടനെ പോണ്ടതാ. വന്ന പടം ഇറങ്ങി പോവാനായിരുന്നെങ്കിൽ ഇത്ര കഷ്ടപ്പെട്ട് ഇവിടം വരെ വരേണ്ടിയിരുന്നില്ലല്ലോ ചേച്ചി. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? 100 കൂട്ടം പണികളുണ്ട് വേറെ. അതിനിടയിൽ വിരുന്ന് സൽക്കാരം എന്നൊക്കെ പറഞ്ഞ് നടന്നാൽ ശരിയാവില്ല. അച്ഛനോട് വന്ന കാര്യം പറ, അതിനൊരു തീരുമാനമായ നമുക്കങ്ങ് പോവാം. എന്താ എന്താ കാര്യം? ഇവള് പറയും. എന്താ മോളെ? അത് ഭദ്രേട്ടൻ ആരുടെയോ കയ്യിൽ നിന്ന് കുറച്ച് പണം കടം വാങ്ങിയിരുന്നു. അത് തിരികെ കൊടുക്കേണ്ട തീയതി വന്നപ്പോ അവര് വന്ന് എന്തോ ബഹളം ഉണ്ടാക്കിന്നൊക്കെ പറഞ്ഞു. 2 ദിവസത്തിനുള്ളിൽ കൊടുത്തില്ലെങ്കിൽ ആ, കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞ ദിവസം തന്നെ തിരിച്ചു കൊടുക്കണം. അതല്ലേ ശരി. ഉണ്ടായിട്ട് കൊടുക്കായിരുന്നല്ല. കൊടുക്കാൻ കഴിയില്ലാന്ന് തോന്നിയ വാങ്ങാതിരിക്കാൻ ശ്രമിക്കുക. വാങ്ങിപ്പോയില്ലേ, കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അച്ഛാ, അവർക്കിപ്പോ സാമ്പത്തികമായിട്ട് സാമ്പത്തികമായിട്ട് ആർക്കാ പ്രശ്നമില്ലാത്തത്? എല്ലാവർക്കും ഉണ്ട്. കുറച്ച് പണം കൈ കിട്ടിയാ പിന്നെ അഹങ്കാരായി, ആർഭാടായി. എല്ലാം തീരുമ്പോ ഒരു നെട്ടോട്ടാ. തത്വശാസ്ത്രം കേൾക്കാനോ അതിന്റെ പേരിൽ ഒരു വാഗ്വാദം നടത്താനോ വന്നതല്ല. ഒരു തീരുമാനം അറിയണം, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അച്ഛാ, അച്ഛൻ കുറച്ച് പണം തന്ന് ഞങ്ങളെ സഹായിച്ചേ പറ്റൂ. എവിടെ നിന്നുണ്ടാക്കി തരാനാ ഞാൻ? മോള് പറ. കാണുന്നവർക്ക് തോന്നും പണം ഇവിടെ കെട്ടിയെടുക്കി അങ്ങനെ വച്ചിരിക്കാന്ന്. സത്യം എന്താണെന്ന് ഇവിടെയുള്ളവർക്കല്ലേ അറിയൂ. ദാ ഇപ്പൊ തന്നെ നല്ലൊരു എമൗണ്ട് ആയി ഹോസ്പിറ്റലില്. അതറിയാലോ മോക്ക്. പക്ഷെ അച്ഛാ, ഇപ്പോഴത്തെ അവസ്ഥയില് അച്ഛൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എവിടുന്നെങ്കിലും കടം വാങ്ങിച്ചായാലും തരണം. വേറെ ഒരു നിവൃത്തി ഇല്ലാഞ്ഞിട്ടാ. കിട്ടുന്ന പ്രതീക്ഷയില ഞാൻ സുഖേട്ടനെ കൂട്ടി വന്നത്. തരില്ലെന്ന് പറയരുത്. എത്ര രൂപയാ ഇപ്പൊ അത്യാവശ്യം? ഒരു 50,000 രൂപയെങ്കിലും വേണം. 50,000 രൂപയോ? സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. തരില്ലെന്ന് പറയരുത്. എത്ര രൂപയാ ഇപ്പൊ അത്യാവശ്യം? ഒരു 50,000 രൂപയെങ്കിലും വേണം. 50,000 രൂപയോ? എന്താ, അതത്ര വലിയ തുകയാണോ? എന്താ സുഖം ഇത്? പെട്ടെന്ന് ഇങ്ങനെ വന്ന് ഇത്രയും വലിയ തുകയൊക്കെ പറഞ്ഞാൽ? ആവശ്യം വരുമ്പോഴല്ലേ ചോദിക്കുക, അല്ലാതെ മുൻകൂർ നോട്ടീസൊക്കെ അയച്ച് വരാൻ പറ്റുമോ? എന്തായാലും ഇത്രയും തുക ഇപ്പൊ എടുക്കാനുണ്ടാവില്ല. കേട്ടല്ലോ, ഇത്രയും തുക ഇപ്പൊ എടുക്കാനുണ്ടാവില്ല. നീ പിന്നെ എന്തിനാണ് ഈ നാണം കെടുത്താനാ എന്നെ ഇങ്ങോട്ട് കെട്ടിവലിച്ചുകൊണ്ടെന്ന്? അല്ല സുഖു, ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട്. ഇവള് പറഞ്ഞിട്ടാ ഞാൻ വന്നത്. ഇന്ന് തന്നെ കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ. ഓ, അളിയനോട് ഞാൻ വാക്ക് പറയുകയും ചെയ്തു. ഇനിയിപ്പോ ഞാൻ എന്ത് എന്ന് പറയും? അച്ഛനും ആളും കൂടി വീണ്ടും എന്നെ ചതിച്ചെന്നോ, അതോ നാണം കെടുത്തിന്നോ? സുഖു, ഇങ്ങനെ ബഹളം വയ്ക്കാതെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്ത് പറയാനാ? സുഖു, സുഖു. എന്താ മോളെ ഇത്?
കരയാൻ മാത്രം ഇപ്പൊ എന്താ ഉണ്ടായത്? ചേച്ചിക്ക് അറിയാവുന്നല്ലേ സുഖേട്ടന്റെ സ്വഭാവം. കുറെയൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിക്കാം. അല്ലാതെ എന്തിനും ഏതിനും ഇങ്ങനെ കരഞ്ഞു പിഴിഞ്ഞ് നടന്ന അതിനേ സമയം കാണും. നിനക്കറിയാഞ്ഞിട്ടാ ദേവു. ഇനിയിപ്പോ ഇത് മതി കുറെ നാളത്തേക്ക്. അതിന് മോളെ, അച്ഛൻ പൈസ തരില്ല എന്നല്ലല്ലോ പറഞ്ഞത്. ഒരവധി പറഞ്ഞു. ആ അവധിക്ക് തന്നെ അങ്ങ് തരില്ലേ? അതൊന്നും പറഞ്ഞ അവിടെ ആർക്കും മനസ്സിലാവില്ല. ഭദ്രേട്ടന് എന്തോ അത്യാവശ്യമുണ്ട്, ആർക്കോ കൊടുക്കാനുള്ളതാണ്, കൊടുക്കേണ്ട തീയതി കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ തന്നെ അച്ഛനോട് ചോദിക്കാന്ന് പറഞ്ഞത്. ഇനിയിപ്പോ അവിടെ ഉള്ളവർ എന്ത് പറയുമോ? എന്തു പറയാനാ ചേച്ചി? അവർക്ക് മനസ്സിലാവില്ലേ കാര്യങ്ങള്? ഒന്ന് വിളിച്ചു പറഞ്ഞിട്ടെങ്കിലും വന്നിരുന്നെങ്കിൽ അച്ഛൻ എവിടുന്നെങ്കിലും സംഘടിപ്പിച്ചു വെച്ചേനെ. ഇതിപ്പോ ഇന്നലെ രാത്രിയില ഭദ്രേട്ടൻ വന്ന ആവശ്യം പറഞ്ഞത്. അവിടെ ആർക്കും അതൊന്നും അറിയണ്ട. നമ്മളിവിടെ കണക്കില്ലാത്ത പണം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന അവരുടെയൊക്കെ ധാരണ. അതൊക്കെ തിരുത്താൻ നമ്മളെ കൊണ്ടാവുമോ മോളെ? നമ്മുടെ കഷ്ടപ്പാടൊക്കെ നമുക്കല്ലേ അറിയൂ. ദാ ഇനി ഇവളുടെ കാര്യം അതോർത്തോ ഇപ്പൊ അച്ഛന്റെ മനസ്സിൽ വിഷമം. ഇക്കാലത്തൊരു പെണ്ണിനെ കെട്ടിച്ചു വിടണമെങ്കിൽ പണം കുറച്ചൊന്നും പോരല്ലോ. പിന്നെ പണമല്ല പ്രധാനം, നല്ലൊരു ജീവിതമാ. സ്ത്രീധനത്തിന്റെ കണക്ക് പറയാതെ സ്നേഹിക്കുന്നൊരു ഭർത്താവിനെ ഇവൾക്കെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. സുഖേട്ടന് സ്നേഹമില്ല എന്നിട്ടൊന്നും അല്ലമ്മേ. അതിനേക്കാൾ വലുതായിരിക്കും സുഖേട്ടൻ അനുഭവിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ. അതൊക്കെ തീരുമ്പോ ഈ ടെൻഷനൊക്കെ മാറും, സുഖേട്ടനും മാറും. അങ്ങനെ എനിക്ക് തോന്നുന്നത്. ആ, ഇപ്പോഴാ ഞാൻ ഓർത്തത്. ഇവിടെ ഇപ്പൊ ഒരു കുട്ടി താമസത്തിന് വന്നിട്ടുണ്ട്. ഏത് കുട്ടി? ഒറ്റപ്പാലത്തുള്ളതാ. അച്ഛന്റെ പഴയ ഒരു ശിഷ്യയുടെ മകളാണെന്നാ പറഞ്ഞത്. ഇവിടെ ടെക്നോ വേൾഡില് റിസർച്ചിന് വന്നതാ. 2-3 മാസം ഇവിടെ കാണുന്നു പറഞ്ഞു. ഗ്രീഷ്മ എന്ന പേര്. എന്നിട്ട് ആളെവിടെ? ആ ചേച്ചി ഇന്നലെ വീട്ടിൽ പോയി. ഇനിയിപ്പോ ഒരാഴ്ച കഴിഞ്ഞേ വരുള്ളൂ. ചേച്ചിയെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ 2-3 ദിവസം മുമ്പ് ഞങ്ങൾ അങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്തതുവാ. പക്ഷേ അപ്പോഴേക്കും ഗ്രീഷ്മ ചേച്ചിക്ക് വീട്ടിൽ പോകേണ്ടി വന്നതുകൊണ്ട്. ഒരു പാവം കുട്ടിയാ, നല്ല സ്വഭാവം. ഗ്രീഷ്മ ചേച്ചിയെ ചേച്ചി ഒന്ന് പരിചയപ്പെടണം. നമ്മൾ അറിയാതെ ഇഷ്ടപ്പെട്ടു പോവും. കല്യാണി, ദാ അവൻ വിളിക്കുന്നു, ചെല്ല്. എടേ കല്യാണി, ഇനി എന്തായാലും ഒരാഴ്ച കഴിഞ്ഞ് വരാം. പണം അന്ന് തരാന്ന്. ഇന്നിപ്പോ ഞാൻ ചെന്ന് അളിയന്റെ കാല് പിടിക്കാം. പിടിച്ചല്ലേ പറ്റൂ. അത്ര ഉറപ്പ് പറഞ്ഞിട്ടാ പോന്നതേ. ഒരാഴ്ച കഴിഞ്ഞായാലും കിട്ടൂന്നറിയുമ്പോ ചിലപ്പോ. എന്നിട്ട് എന്താവാൻ? ഇന്ന് കിട്ടേണ്ടത് ഒരാഴ്ച കഴിഞ്ഞിട്ട് കിട്ടിയിട്ട് എന്താ വിശേഷം? വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ അമ്മ പറഞ്ഞതാ, പോകുന്ന പോലെ തന്നെ കൈയും വീശി മടങ്ങി വരുന്നു. അത് കൃത്യമായി. നാണക്കേട്. വാ. ഇനി ഇവിടെ എന്ത് കാണാൻ നിൽക്ക? വരണം.